നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഉപ്പൂഞ്ഞ്. ആ ഉപ്പൂഞ്ഞ് ഇത് വന്നല്ലോ, ഇതാണ് കടലാടി. ഇത് രണ്ടും സാമ്യമാണ്, പക്ഷെ ഇതിന് പൂവില്ല. കടലാടി മരുന്നാണ്. ഇത് ഉപ്പൂഞ്ഞ്. അതുകൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമുക്കിതൊന്ന് പതുക്കെ കനം കൂടിയ തണ്ട് പറിച്ച് കളഞ്ഞ് ഇതുപോലെ വെക്കാം. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് വേവുള്ള ഇലയാണ്. ഇത് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ മാത്രമാണ് ഇതുപോലത്തെ ഇലകളൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതുപോലത്തെ ഇലകൾ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ പ്രകൃതി മുഴുവനും മഴ വരുന്ന സമയത്ത് പല ഇതുപോലത്തെ തോരൻ വയ്ക്കാവുന്ന പലതും പണ്ടത്ത് നമുക്ക് ഒരുപാട് കടകളിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഇലകളൊന്നും കിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് നല്ല ചുമന്നതാണ്. അതിങ്ങനെ മാറ്റി വെച്ചു. അതിന് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ, മുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമുക്കിനി അടുപ്പത്തേക്ക് ഇടാം. ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയാണ്. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടുകിടാം. അരിയിടാം. എല്ലാം പൊട്ടിയിട്ടുണ്ട്. എല്ലാം ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് ഇലകളിട്ട് കൊടുക്കാം. ഒരല്പം വേവുണ്ട് കേട്ടോ. ഇതിനാൽ ഇത്തിരി കട്ടി കൂടിയ ഇലയാണ്. നമുക്കൊത്തിരി വേവുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒത്തിരി നാളുകൾ കൂടി ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ രുചിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഈ തേങ്ങ ചതച്ചുകൊണ്ട് വരാം. നമുക്ക് തേങ്ങ ചതച്ച് വരാം. ഇരുമ്പ് ചെഞ്ചിട്ടാണ്, നല്ല ചൂടാണ്. ഭയങ്കര ചൂടുണ്ട്. ഇരുമ്പിൻ്റെ സത്ത് കാച്ചത് നേരത്തേക്ക് ഇരുമ്പ് ചെഞ്ചിട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ ഗ്യാസിലൊക്കെ ആകുമ്പോഴത്തേക്കും കൽച്ചട്ടി, ഇരുമ്പ് ചെഞ്ചിട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗ്യാസ് കൂടുതൽ ചിലവാകും. നമുക്ക് ഇത് നല്ല ഒട്ടും ഇതില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
എന്താ ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കണ്ടേ. അറിയില്ല, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. നല്ല ചൂടുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇതിനകത്ത് ഉപ്പുഞ്ഞെന്ന് പറയണ ഉപ്പിൻ്റെ അംശം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ടുള്ളൂ, അധികം ഉപ്പിട്ടില്ല. നല്ല രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, പരീക്ഷിക്കണം. ഉപ്പുഞ്ഞൻ കിട്ടുമെങ്കിൽ. എല്ലായിടത്തും എനിക്കറിയില്ല ഉപ്പുഞ്ഞൻ കിട്ടുമെന്ന്. എന്നിട്ട് അഭിപ്രായം പറയണേ.